ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഗംഭീർ കോച്ചാകുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. T20 വേൾഡ് കപ്പോടെ ദ്രാവിഡ് പടിയിറങ്ങുകയാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ കോച്ചിങ്ങിൽ വലിയ ടെസ്റ്റ് നടന്നിരിക്കുകയാണ്. ഗംഭീറിനെ മറികടന്ന് സൗരവ് ഗാംഗുലി രംഗത്ത് വന്നിരിക്കുകയാണ്. ഗാംഗുലിക്ക് ഇന്ത്യൻ കോച്ചാകാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. ഗാംഗുലി മുൻ BCCI പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിനെ കുറിച്ച് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഗംഭീറിനെ മറികടന്ന് ഗാംഗുലി കോച്ചാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാന നിമിഷം ഒരു ടെസ്റ്റ് നടന്നേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് സന്നാഹ മത്സരത്തിൽ കളിക്കാൻ സാധിച്ചില്ല. സഞ്ജു പെട്ടെന്ന് ഔട്ടായി മടങ്ങി. ഇതേ സമയം ഋഷഭ് പന്ത് തകർത്തടിച്ചു. ഋഷഭ് പന്തിന് ഇനി ഒരവസരം ആവശ്യമില്ല. താരം കഴിവ് തെളിയിച്ചതാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മാച്ച് അത് ഇന്നാണ്. അയർലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്നത്തെ മാച്ചിൽ ഋഷഭ് പന്ത് കളിച്ചേക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഋഷഭ് പന്തിന് റെസ്റ്റ് കൊടുക്കുകയാണ് ഇന്ത്യൻ ടീം. സഞ്ജുവിന് ഒരു അവസരം കൂടി കൊടുക്കാനാണ് ഇന്ത്യൻ ടീമിന്റെ പദ്ധതി. ഋഷഭ് പന്തിന് റെസ്റ്റ് കൊടുത്ത് സഞ്ജുവിനെ കീപ്പറാക്കാനാണ് രോഹിത് ശർമ്മ ശ്രമിക്കുന്നത്. അയർലൻഡിനെതിരെ സഞ്ജു അടിച്ചു കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ സഞ്ജുവിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഋഷഭ് പന്ത് ഓൾറെഡി കഴിവ് തെളിയിച്ചതാണ്. അതുകൊണ്ട് ഇന്ത്യ പാക് മാച്ചിലായിരിക്കും ഋഷഭ് പന്ത് കളിക്കാൻ പോകുന്നത്. സഞ്ജു വീണ്ടും പ്ലേയിങ് ലെവലിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.